ആനിമൽ അവസാന ഭാഗം. രചന സൂര്യകാന്തി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്നൂഞ്ഞേരി. വർഷ ഇനി സ്നേഹയുടെ കെട്ടൂടെ? ജിതിനതങ്ങ് പറഞ്ഞു മുഴുമിക്കാൻ പോലും ഒരു അവസരം കിട്ടിയില്ല. അമ്മയുടെ കാലിൽ കമിഴി നടിച്ചു കിടന്ന വർഷ ചാടിത്തുള്ളി അങ്ങ് എഴുന്നേറ്റു. ഒപ്പം പാഞ്ഞു വന്ന് ജിതിന്റെ കരണം നോക്കി തന്നെ ഒന്ന് പൊട്ടിച്ചു. അവളങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ട് നിനക്ക് സഹിക്കുന്നില്ലല്ലോ എന്നൊരു അലർച്ചയും ഒപ്പം ചെവിയിലൊരു മൂളിലും. മുന്നിൽ നിൽക്കുന്ന കൂടി എന്തോ ഇനമാണെന്ന് ജിതിനങ്ങ് ഉറപ്പിച്ചു. ജിതിൻ കണ്ണിറുക്കി അടച്ചുകൊണ്ട് തലകുടഞ്ഞു. വർഷ തിരിഞ്ഞ് സ്നേഹം നോക്കി. എന്റെ പൊന്നേശി, ഞാനിവിടെ ഈ കസേരയിൽ തന്നെ ജീവിതകാലം മൊത്തം ഇരുന്നോളാം, എന്റെ അടുത്തേക്കൊന്നും വന്നേക്കില്ലേ എന്നൊരു ഭാവമായിരുന്നു സ്നേഹിൽ. വർഷ പൂച്ചത്തോടൊന്ന് അവളെ നോക്കിക്കൊണ്ട് ജിതിന്റെ നേരേക്ക് തിരിഞ്ഞു. അവന്റെ മുഖം ചുവന്ന് വിങ്ങിയിരിക്കുന്നു. ചുറ്റും പറക്കുന്ന പൊന്നീച്ചകളുടെ എണ്ണം പിടിച്ചു തുടങ്ങിയിരുന്നു അന്നേരം ജിതിൻ. അയ്യോ, ഞാൻ എന്റെ ജിത്തുവിനെ കൈനീട്ടി അടിച്ചു. അയ്യോ, ഞാൻ എന്ത് ദ്രോഹിയാ ദൈവമേ, ഞാൻ നല്ലൊരു ഭാര്യയല്ലേ, ഞാനൊരു പാപിയായി പോയോ ദൈവമേ. തൊട്ടടുത്ത നിമിഷം വർഷ ജിതിന്റെ കാലിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു തുടങ്ങി. നിനക്ക് ഇതിനെ എവിടെ നിന്ന് കിട്ടിയടോ ദ്രോഹി എന്നൊരു ഭാഗത്തോടെ ജിതിന്റെ അമ്മ അവനെ നോക്കി നിന്ന് പോയി. എന്നോട് പൊറുക്കണേ ജിതിനേട്ടാ. വർഷ കരയുകയാണ്. പൊറുകാം, പകരം നീ എന്റെ കയ്യിൽ കെട്ടഴിച്ചു വിടോ? കെട്ടഴിച്ച് എന്നെ സ്നേഹിക്കോ, എന്നോട് ക്ഷമിക്കോ? വർഷ എടുത്തു ചോദിച്ചു. ഉവ്, ജിതിൻ പല്ലിരിച്ചുകൊണ്ട് പറഞ്ഞു. വർഷ ആവേശത്തോടെ കെട്ടഴിച്ചു തുടങ്ങി. ജിത്തുട്ട, കെട്ടഴിച്ച് എന്നെ തിരിച്ചല്ലേക്കില്ലേ? കളരിയും കരാട്ടയൊക്കെ പഠിച്ചാട്ടോ ഞാൻ. ജിത്തുവേട്ടന് ദേഹെന്നെന്താ, അതെനിക്ക് സഹിക്കത്തില്ല, അതുകൊണ്ടാ. വർഷ എടുത്തു പറഞ്ഞു. ജിതിൻ അതും കൂടെ കേട്ടപ്പോൾ ഒന്ന് അടങ്ങി. കെട്ടഴിച്ചുകൊണ്ട് വർഷ അവനെ നോക്കി. എന്നോട് പിണക്കൊന്നുമില്ലല്ലോ മുത്തേ? ജിതിൻ ഇല്ലെന്ന് വിലങ്ങനെ തലയാട്ടി. പിന്നെന്താ ഈ മുഖം തെളിയാത്തന്റെ ജിത്തുട്ട? സ്നേഹം അഴിച്ചുവിടാഞ്ഞിട്ടാണോ? ജിതിനൊന്നും മിണ്ടിയില്ല. അവൻ പേടിച്ചു, നന്നായി പേടിച്ചു. പറ ജിത്തുട്ടാ. വർഷാനെ കൊഞ്ചിച്ചു. ഇന്ന് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ദിവസമല്ലേ, അതിൻ്റെ ഇടയിൽ സ്നേഹയും അമ്മയും എല്ലാം വേണോ? അത് ഏറ്റു എന്ന് തന്നെ പറയാം. അത് ജിത്തുട്ടം പറഞ്ഞൊരു പോയിന്റാണേ. എന്തിനാ ഇവര് നമ്മുടെ സ്വർഗത്തിലെ കട്ടുമാവുന്നല്ലേ? ചിരിയോടെ പറഞ്ഞുകൊണ്ട് വർഷ വേഗത്തിൽ സ്നേഹയുടെ അടുത്തേക്ക് ചെന്നു. കേട്ടോ ജിത്തുട്ടാ, ഞാൻ മുമ്പേ പറഞ്ഞിട്ടില്ലേ, ഇതിപ്പോ നമ്മുടെ ആദ്യരാത്രിയല്ലേ, പുതിയ ലൈഫ് തുടങ്ങുമ്പോൾ മറച്ചു വെക്കരുതെന്നല്ലേ. എനിക്കൊരു ആക്സിഡന്റ് ആയിരുന്നു, പേര് കാർത്തിക്. ആർക്കും അറിയില്ലായിരുന്നു കേട്ടോ ഞങ്ങൾ റിലേഷനിലായത്. അതാവൻ തന്നെ പറഞ്ഞ് ആരെങ്കിലും അറിഞ്ഞാൽ പ്രൈവസി പോകുന്നു. പക്ഷെ അവനിത് വെറും ടൈം പാസ് ആണെന്ന് ഞാൻ പിന്നീട് അറിഞ്ഞു. അങ്ങനെ ഞങ്ങളിങ്ങനെ സ്നേഹിച്ച് ജീവിക്കുമ്പോഴാണ് ശീതൾ എന്ന് പറയുന്ന ഒരുത്തി ബെസ്റ്റ് കളിച്ച് ഞങ്ങളുടെ ഇടയിലോട്ട് വരുന്നു. പകുതി പറഞ്ഞുകൊണ്ട് വർഷ ചിരിയോടെ അവനെ തിരിഞ്ഞു നോക്കി. അവനൊന്നും മിണ്ട അവളെ തന്നെ നോക്കിയിരിപ്പാണെന്ന് കണ്ടപ്പോൾ വർഷ തിരിഞ്ഞെന്ന് സ്നേഹയുടെ കയ്യിലൊക്കെ കെട്ടഴിക്കാൻ തുടങ്ങി. ഒപ്പം കഥ പറച്ചിലും തുടർന്നു. എന്നിട്ടുണ്ടല്ലോ ജീത്തുട്ടാ, ഞാൻ അവളോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരുപാട് നോക്കി. അവളുടെ തലയിൽ അത് ഒട്ടും കയറുന്നില്ല. അവൾക്ക് കാർത്തികനെ തന്നെ വേണമെന്ന് പോലും. പിന്നെ ഞാനൊന്നും നോക്കിയില്ല. ആ കയറാത്ത തലമണ്ട ഞാനങ്ങ് തല്ലിപ്പൊളിച്ചു. ആള് സ്പോട്ടിൽ തന്നെ ഡെഡായി. വർഷ എന്തോ തമാശ പറയുമ്പോൾ ചിരിച്ചു. ജിതിനും സ്നേഹ അമ്മയും വിളറി വെളുത്തു പോയി. അയ്യോ ജിത്തുട്ടാ, ആ ബോഡി ഞാനൊന്ന് ഒളിപ്പിക്കാൻ പെട്ട പാട് എനിക്കറിയൂ. ഇതൊക്കെ പോട്ടെ, ഇതൊക്കെ ഞാൻ ചെയ്ത ആർക്ക് വേണ്ടിയാ? കാർത്തികിന് വേണ്ടി. എന്നിട്ട് അവൻ പറയാ എനിക്ക് ഭ്രാന്താന്ന്, അവനെന്നെ വേണ്ടാന്ന്. എന്നാ പിന്നെ എന്നെ വേണ്ടാത്തവൻ എനിക്കും വേണ്ടെന്ന് ഞാനങ്ങ് തീരുമാനിച്ചു. എനിക്കല്ലേ ഭ്രാന്ത്, തങ്കം പോലെ തന്നെ ഒഴിവാക്കുന്നത് നിനക്കാ ഭ്രാന്തെന്ന് ഞാൻ അവനോടും പറഞ്ഞു. പറയാൻ മാത്രല്ല കേട്ടോ, വരുത്തി തീർക്കുകയും ചെയ്തു. വർഷ പിന്നെയും ചിരിച്ചു. വർഷ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ സെല്ലിൽ കിടന്നിരുന്ന ഏറ്റവും പ്രകോപിതനാവുന്ന പേഷ്യന്റിനെ ഓർമ്മ വന്ന് ജിതിന്. പലവട്ടം വർഷയെ കാണാൻ പോയിരുന്നപ്പോഴെല്ലാം ജിതിൻ അയാളെ ശ്രദ്ധിച്ചിരുന്നു. അവന്റെ പേര് കാർത്തികാണെന്ന് ജിതിന് ഓർത്തെടുത്തു. അല്ലയോ കാല, ഇത് താങ്കളുടെ പെങ്ങളോ മറ്റോ ആണോ എന്ന് ജിതിനുള്ളിൽ അങ്ങ് ചോദിച്ചു പോയി. സ്നേഹയുടെ കേട്ട് അപ്പോഴേക്കും വർഷം അയച്ചിരുന്നു. സ്നേഹം ഒന്നും നോക്കിയില്ല, ആ കാൽക്കിലേക്ക് അങ്ങ് വീണു. ഏടത്തി അമ്മ എന്നോട് പൊറുക്കണം. ജിതിൻ ചേട്ടാ, നിങ്ങൾ ഈ നിമിഷം മുതൽ എന്റെ കൂടപ്പിറപ്പിനെ പോലെയാ, സ്നേഹ ജീവനിൽ കൊതിയോടെ പറഞ്ഞു. അത് കേട്ടപ്പോൾ വർഷയുടെ മുഖം തെളിഞ്ഞു. മിടുക്കി. വർഷയുടെ മുഖത്ത് തലോടി. കുറച്ചു മുമ്പേ അടിച്ചു പൊട്ടിച്ച അതേ കവിളിൽ തന്നെ. ഞാൻ വീട്ടിൽ പോയിക്കോട്ടെ? അയ്യോ, ഈ പാതിരാത്രിയിലോ? അത് കുഴപ്പമില്ല എടുത്തി, അപ്പുറത്തെ വീട് തന്നെയല്ലേ. എന്നാ മോള് പോയിക്കോ, സൂക്ഷിച്ചു പോണം കേട്ടോ. പിന്നെ ഏടത്തി പറഞ്ഞാരോടും പറയാൻ നിൽക്കേണ്ട കേട്ടോ, മനസ്സിലായല്ലോ? വർഷ അവളോട് അങ്ങ് പറഞ്ഞ വഴിയെ സ്നേഹ വാതിലങ്ങ് തുറന്ന് പുറത്തേക്ക് ഓടി. പാവം കൊച്ച്. സ്നേഹ പോയ വഴിയെ നോക്കി വർഷപതിയെ പറഞ്ഞു. മോളെ, എന്നാ അമ്മയും അങ്ങ്? ജിതിന്റെ അമ്മ ചോദിച്ചു. അമ്മ പോയി കിടന്നോ? വർഷ പറഞ്ഞോടെ ജിതിന്റെ അമ്മയും പുറത്തിറങ്ങി. പിന്നെ അമ്മ, നാളെ കാലത്ത് ചപ്പാത്തി മതി കേട്ടോ, വേറൊന്നും ഉണ്ടാക്കണ്ട. ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് 7 മണി കൃത്യം വേണം. അത് തെറ്റിയാൽ എനിക്ക് ദേഷ്യം വരേ. മുമ്പേ വീട്ടിലുണ്ടായിരുന്ന കുക്കൊരു ദിവസം എന്റെ മെനു സ്വന്തം ഇഷ്ടത്തിന് ചേഞ്ച് ചെയ്തിരുന്നു. പാവം 3 സ്റ്റിച്ചായിരുന്നു അവിടെ തലയിൽ. അതാട്ടോ അമ്മയോട് ഞാൻ മുൻകൂട്ടി പറഞ്ഞ്. വർഷ എളിമയോടെ പറഞ്ഞുകൊണ്ട് വാതിലങ്ങ് ചേർത്തടച്ചു. എന്റെ ജിതിന്റെ എല്ലെങ്കിലും ബാക്കി തന്നേക്കണേ എന്നാ അമ്മയങ്ങ് പ്രാർത്ഥിച്ചു പോയി. അന്നേരം
പുറത്തു പെയ്യുന്ന മഴ നോക്കിയിരിപ്പാണ് പാറു. ആളുടെ ഉള്ളിൽ ഒരുപാട് ചിന്തകൾ കുമിഞ്ഞുകൂടി കിടക്കുന്നുണ്ട്. എന്താണ്, വല്ലാത്ത ആലോചനയിലാണല്ലോ. നിരഞ്ജൻ കയ്യിലിരുന്ന കട്ടൻ ചായ അവളുടെ അടുത്തേക്ക് നീക്കി വെച്ചു കൊടുത്തു. ഒപ്പം നല്ല മൊരിഞ്ഞ പരിപ്പുട കൂടെ അരിയിലേക്ക് നീട്ടി വെച്ചു കൊടുത്തു പാറുവിന്. കൊള്ളാവോ? നിരഞ്ജൻ ചിരിയോടെ ചോദിച്ചു. കൊള്ളാം. അതിൽ നിന്നൊരു കഷ്ണം കടിച്ചുകൊണ്ട് പാറു ചിരിയോടെ പറഞ്ഞു. എന്താണോ ഇങ്ങനെ നോക്കുന്നേ? തന്നെ കണ്ണിമോട്ടാ നോക്കിയിരിക്കുന്നവളെ നോക്കിക്കൊണ്ട് നിരഞ്ജൻ പതിയെ ചോദിച്ചു. അല്ല, ഞാൻ ആലോചിക്കുകയായിരുന്നേ, ഇങ്ങനെ ഒരു മരുടെ സ്വഭാവമുള്ള ഒരാൾ ഇങ്ങനെയൊക്കെ എളുപ്പം മാറുമെന്ന്. പാറു പതിയെ ചിരിച്ചു. അതിനു മാത്രം മാറ്റമെല്ലാം വന്നു എനിക്ക്? നിരഞ്ജൻ കണ്ണിറുക്കിക്കൊണ്ട് ചോദിച്ചു. ചെറിയ മാറ്റമൊന്നുമില്ലല്ലോ, ഒരുപാട് മാറ്റം വന്നല്ലോ. ഓ, എന്നാൽ രണ്ടെണ്ണം പറഞ്ഞാലും പൗതി. നിരഞ്ജൻ ചിരിമായാതെ നെഞ്ചിൽ കൈകൾ പിണച്ചേട്ടി അവൾക്ക് അഭിമുഖമായിരുന്നു. പാറു അവന് നേരെ തിരിഞ്ഞു. ദേ, ഇങ്ങനെ നിറഞ്ഞ ചിരിയോടെ അങ്ങേ കാണാൻ കിട്ടാറില്ലായിരുന്നല്ലോ, അതന്നെ വലിയ മാറ്റമല്ലേ? അതാണോ മാറ്റം? വേറെയുണ്ട്. എന്താ? ഞാനിങ്ങനെ ഒരു നിരഞ്ജനെ പ്രതീക്ഷിച്ചിട്ടേ ഇല്ലായിരുന്നു. ഇത്രയും സ്നേഹം ഉള്ളിൽ നിറച്ചൊരു മനുഷ്യനെ ദൈവം എനിക്ക് തരുന്ന ഞാൻ കരുതിയില്ലല്ലോ. പാറു അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. നിരഞ്ജൻ അല്പം കൂടെ അവിടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. അതിനു മാത്രം ഞാൻ തന്നെ സ്നേഹിച്ചിട്ടില്ലല്ലോ. മുഴുവൻ സ്നേഹം തന്നീർക്ക് ഇയാൾ ഇതുവരെ എന്നെ സമ്മതിച്ചില്ലല്ലോ. നിരഞ്ജന്റെ ചുണ്ടിലും കണ്ണിലും കുസൃതിയാണ്. ആളുടെ മുഖത്ത് പരിഭ്രമം നിറഞ്ഞു. നിരഞ്ജൻ അവളെ സൂക്ഷ്മമായി നോക്കി. ഞാൻ അതിനൊന്നും തയ്യാറാവാത്തതുകൊണ്ട് എന്നുള്ള ഇഷ്ടം കുറഞ്ഞു പോവോ? കണ്ണുകൾ നിറച്ചുകൊണ്ടുള്ള പാറുവിന്റെ ആ ചോദ്യം അവസാനിക്കുമ്പോൾ നിരഞ്ജൻ അവളെ തന്നിലേക്ക് ചേർത്ത് അണച്ചു പിടിച്ചിരുന്നു. അങ്ങനെ എളുപ്പതങ്ങ് കുറഞ്ഞു പോവാൻ ഞാൻ തന്റെ ശരീരത്തെ മാത്രമല്ല സ്നേഹിച്ച്. നിരഞ്ജൻ അവളുടെ നെറുകയിൽ പതിയെ ചുംബിച്ചു. ചുവന്നു കലങ്ങിയ കണ്ണുകൾ ഉയർത്തി പാറു അവനെ തന്നെ നോക്കി. ആൾ അവന്റെ അരികിലേക്ക് ഒന്നുകൂടെ നീങ്ങിയിരുന്നു. എന്നാ എനിക്ക് നല്ല ഭയമുണ്ട്, ഇയാൾ എന്നോട് കാണിക്കുന്ന സ്നേഹം കുറഞ്ഞാലോ എന്ന്. ഇപ്പൊ പാറുവിന്റെ മുഖത്ത് ഒരു കുസൃതിച്ചിരിയുണ്ട്. ഓ, എന്നാൽ ഭൗതി തന്നെ അതിനൊരു പ്രതിവിധി കൂടെ കണ്ടുപിടിച്ചാലും. നിരഞ്ജന്റെ കണ്ണുകൾ പോലും ചിരിക്കുന്നു. പാറു ഒഴിഞ്ഞ ചായ ഗ്ലാസ് ആ തിണ്ണയിലേക്ക് വെച്ചുകൊണ്ട് എഴുന്നേറ്റ്. ഒപ്പം അഴിഞ്ഞുളഞ്ഞ മുടി വാരിക്കെട്ടി. ആ ഒറ്റ ഞൊറിയിലുടുത്തിരുന്ന സാരിയും തെന്നിമാറിയപ്പോൾ നിരഞ്ജന്റെ നോട്ടവും ഒന്ന് തെറ്റി. ഇങ്ങനെ നോക്കിയിരുന്ന് ചോരടിക്കാൻ സാരിങ് വന്നാട്ടെ. പാറു കണ്ണുറപ്പിച്ച് അവനെ നോക്കി. വന്നിട്ട് നിരഞ്ജൻ താടിയിൽ കൈ ഊന്നിക്കൊണ്ട് അവളെ നോക്കി. വന്ന ഒരു ഇത്തിരി സ്നേഹം തരാം. പാറു പറയവേ നിരഞ്ജന്റെ മിഴികൾ മിഴിഞ്ഞു വന്നു. ശരിക്കും? ആന്നേ. നിരഞ്ജൻ വേഗത്തിൽ ഇരുന്നിരുന്ന് എഴുന്നേറ്റുകൊണ്ട് മുണ്ട് മുറുക്കിയെടുത്തു. വാക്കാണേ, ഒരിത്തിരി സ്നേഹം ഞാനിങ്ങ് എടുത്തോട്ടെ. എന്തിനാ ഇത്തിരിയാക്കുന്നേ? ഒത്തിരി അങ്ങ് എടുത്തോ. പാറു ഉറക്കെ ചിരിച്ചു. നിരഞ്ജൻ അപ്പോഴേക്ക് അവളെ കൈകളിൽ എടുത്തിരുന്നു. പാറു അവന്റെ കഴുത്തിലൂടെ കൈ കോർത്തു പിടിച്ചു. സുന്ദരിയാ. ആര്? ഞാനോ? ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച സുന്ദരി. നിരഞ്ജൻ അവളുടെ കാതിൽ പതിയെ മോളി. നിരഞ്ജൻ അകത്തേക്ക് കയറി. ഒപ്പം കാലുകൊണ്ട് ആ വാതിലങ്ങ് തട്ടി അടക്കുകയും ചെയ്തു. കട്ടിലേക്ക് അവളെ കിടത്തുമ്പോൾ ആ മുറിക്കകമാകെ പുറത്തെ കനത്ത മഴയിൽ ഇരുട്ടുമൂടി തുടങ്ങിയിരുന്നു. നിരഞ്ജന് കുളിരുന്നുണ്ട്, അവൾക്കും കുളിരുന്നുണ്ട്. ഇരുവർക്കും ദാഹിക്കുന്നുണ്ട്, ഇരുവർക്കും നെഞ്ചു പിടക്കുന്നുണ്ട്. ഇരുവർക്കും ചൂട് വേണം, ഇരുവർക്കും ദാഹമകറ്റണം, നെഞ്ചിടിപ്പ് മാറ്റണം. എന്നെ ഇയാൾക്ക് ശരിക്കും മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ കഴിയോ? പാറു വേവുന്ന ഹൃദയത്തോടെ ചോദിച്ചു. എന്താ, നിനക്കെങ്കിലും സംശയമുണ്ടോ? ചിരിയോടെ തന്നെ ആ ചോദ്യം അവഗണിച്ചു കളഞ്ഞ നിരഞ്ജൻ. ആരെങ്കിലും കഴിഞ്ഞു പോയതൊന്നും ഓർക്കാനോ അതിന്റെ പേരിൽ ഇനി അവളെ കരയാൻ വിടാനോ നിരഞ്ജനൊട്ടും താല്പര്യമില്ലായിരുന്നു. എന്റെ സ്നേഹം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല എന്റെ ഭാര്യയെ. ഞാനേ അങ്ങ് ചെയ്ത് കാണിച്ചു തരാം. ചെറിയൊരു ചിരിയോടെ നിരഞ്ജൻ ചോദിക്കവേ അവളുടെ മിഴികൾ താഴ്ന്നുപോയി. നെറ്റിയിൽ പതിഞ്ഞ അവന്റെ അത്തരങ്ങളുടെ തണുപ്പ് ദേഹമൊട്ടാകെ വ്യാപിക്കുന്നു. ആദ്യം എതിർത്തവൾ പതിയെ വലിച്ച് ദേഹത്തേക്ക് ചേർത്തപ്പോൾ നിരഞ്ജൻ കിതച്ചുപോയി. ഉള്ളിലാകെ ഒരു പരവേശം. എത്രയോ തവണ അവൾ ഇതുപോലെയൊക്കെ സങ്കല്പിച്ചിരിക്കുന്നു. എത്രയോ തവണ ഉള്ളിലുള്ള വികാരങ്ങൾക്ക് കടിഞ്ഞാണിട്ടിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ നിയന്ത്രണം തെറ്റി തുടങ്ങിയിരിക്കുന്നു. അവളുടെ നേർത്ത സ്വരങ്ങൾ പോലും നിരഞ്ജനെ പിടിച്ചുലക്കാൻ തുടങ്ങിയിരിക്കുന്നു. കവിളിൽ ഉരഞ്ഞ ചുണ്ടുകൾ പുതുപാത തേടിയപ്പോഴേക്കും അവൾ അപ്പാടെ തളർന്നു തുടങ്ങി. ഉള്ളിലെ സകല മോഹങ്ങളും പുറത്തേക്ക് വെമ്പിപ്പോകുന്നു. അതുവരെ ഉണ്ടായിരുന്ന സകല സങ്കടങ്ങളും അവൻ ചുണ്ടുകൾ കൊണ്ട് മായ്ച്ചു തുടങ്ങിയിരുന്നു. ഇരുവരും വിയർത്തൊഴുകി ഒന്നായ ഒരു നിമിഷം നിരഞ്ജൻ അവളെ തന്നിലേക്ക് വാരി പുണർന്നിരുന്നു. എനിക്ക് എന്തിഷ്ടമാണെന്നോ നിന്നെ, എന്റെ പ്രാണനേക്കാൾ, ഈ ലോകത്തുള്ള മറ്റെന്തിനേക്കാളും. നിരഞ്ജന്റെ സ്വരം ആർദ്രമായി. പാറൊന്ന് കുറുകിപ്പിടഞ്ഞുകൊണ്ട് അവന്റെ ദൃഢമായ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് വെച്ചു. അവളുടെ സകല ആകുലതകളെയും എത്ര പെട്ടെന്നാണ് ആ ഒരുത്തൻ മായ്ച്ചു കളഞ്ഞത്. പാറുവിന് അത്ഭുതമാവുകയായിരുന്നു ഓരോ നിമിഷവും നിരഞ്ജൻ. കിട്ടുന്ന ഓരോ അവസരങ്ങളിലും അവൻ കാണിക്കുന്ന പ്രവൃത്തികളിൽ പാറുവിന് മനസ്സിലാവുന്നുണ്ടായിരുന്നു അവൻ എത്രമാത്രം തന്നെ കൊതിപ്പിച്ചിരുന്നു എന്നത്. ഓരോ വട്ടം അവൾക്ക് മുന്നിൽ അവൻ പല വേഷങ്ങളായിരുന്നു.
1 മാസം തികയുന്ന അന്ന് നിരഞ്ജൻ അവളെ പിന്നെയും കൊണ്ടുപോയി ഡിഗ്രിക്ക് ചേർത്തു. മുടങ്ങിയ പഠിപ്പ് പൂർത്തിയാക്കാൻ അവൻ തന്നെയാണ് സപ്പോർട്ട് കൊടുത്തത്. അരികിലിരുത്തി പാഠഭാഗങ്ങൾ ഓരോന്ന് സൂക്ഷ്മതയോടെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവൻ കർക്കശക്കാരനായ ഒരു അധ്യാപകൻ കൂടിയായിരുന്നു പാറുവിന്. വാത്സല്യവും സ്നേഹം കൊണ്ട് വീർപ്പുമുട്ടിക്കുമ്പോൾ ഒരച്ഛൻ കുഞ്ഞിനെ നോക്കുന്ന അത്രയും സ്നേഹം അവൾക്ക് അവനിൽ നിന്ന് അനുഭവിച്ചറിയാമായിരുന്നു. രാത്രിയുടെ 2 യാമങ്ങളിൽ നിരഞ്ജൻ കാമം പടർത്തുന്ന വെറും കാമുകം മാത്രമായിരുന്നു അവൾക്ക്. പാതിയുടെ നോട്ടങ്ങളിൽ അവളേക്കാൾ സന്തോഷിക്കുന്ന ഒരു നല്ല ഭർത്താവായിരുന്നു അവൻ. ജിതിൻ കുത്തി നോവിച്ച ശരീരത്തിനും മനസ്സിനും നിരഞ്ജൻ മരുന്നാവുകയായിരുന്നു. കാർത്തുവിന് കൂടെ ജോലിയായതോടെ കട നടത്താൻ 1-2 ജോലിക്കാരെ കൂടെ വെച്ച് നിരഞ്ജൻ. പിന്നെ നിരഞ്ജനെ പേടിച്ച് ദിനേശിന് നല്ല കുട്ടിയായി വഴക്കിനും മറ്റും പോകാതെ കട നോക്കി നടത്തുന്നുണ്ട്. പക്രു PGക്ക് ചേർന്നു. ഏത് പരിമിതികളെയും തരണം ചെയ്യാനുള്ള ശക്തി ഇപ്പോൾ അവന്റെ മനസ്സിനുണ്ട്. പോരാത്തിന് കൂടെ തന്നെ എന്തിനും ധൈര്യം കൊടുക്കുന്ന ഒരു അളിയനും ഉണ്ടല്ലോ. കൗസല്യയും അശോകനും ആ കുടുംബത്തിലെ അംഗങ്ങൾ പോലെയാണ്. ഒരിക്കൽ കൗസല്യം നിർബന്ധിച്ച് വിളിപ്പിച്ച അമ്മ എന്ന വാക്ക് ഇപ്പോൾ നിരഞ്ജൻ മനസ്സിൽ തട്ടിയാണ് വിളിക്കുന്നത്. ജിതിൻ അമ്മയോടൊപ്പം ഹോസ്പിറ്റൽ വന്നതായിരുന്നു. അമ്മയുടെ കാലൊന്ന് ഒടിഞ്ഞിട്ടുണ്ട്. ഒടിഞ്ഞു എന്നൊക്കെ പറയുന്നതിലും നല്ലത് കറിക്ക് ഉപ്പ് പോരാ എന്ന് പറഞ്ഞ് ഒരുത്തി അടിച്ചോടിച്ചു എന്ന് പറയുന്നതായിരിക്കും. ആ കാലൊടിച്ചവൾക്കാണെങ്കിലോ അതങ്ങ് ഒടിച്ച ശേഷം വല്ലാത്ത കുറ്റബോധം. അമ്മയെ കൊണ്ട് അതിനുശേഷം ഒരു പണി വർഷം എടുപ്പിക്കാറില്ല. ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു, അത് വാരി ഊട്ടി കൊടുക്കുന്നു, മുടി ചീകി കൊടുക്കുന്നു, കുളിപ്പിക്കുന്ന എല്ലാം വർഷം തന്നെ. പിന്നെ അവൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് കുളിപ്പിച്ച് കിടത്താറുണ്ടെന്ന് ജിതിൻ നെടുവീർപ്പോടെ ഓർത്തു. അല്ലെങ്കിൽ ഇല്ലാത്ത അസുഖം ഉണ്ടാക്കി അത് ചികിത്സിച്ച് മാറ്റാൻ വർഷക്കൊരു പ്രത്യേക കഴിവാണ്, സ്കില്ല് തന്നെ. ജിതിനെ ഇവിടെ ഇരുന്നോ, ഞാൻ അമ്മയെ കാണിച്ചിട്ട് വരാം. ജിതിനോട് പറഞ്ഞുകൊണ്ട് വർഷ അമ്മയുടെ വീൽ ചെയർ മുന്നി ഡോക്ടറുടെ മുറിയിലേക്ക് കടന്നു. ജിതിന് ഓരോന്ന് ആലോചിച്ച് അങ്ങനെ ഇരിക്കവെയാണ് ദൂരെ നിന്ന് ഒരാൾ നടന്നു വരുന്നത് കാണുന്നത്. പാറു ആദ്യം നോട്ടമുടക്കിയത് ആളുടെ വീർത്തുന്തിയ വയറിലേക്കാണ്. ജിതിൻ അറിയാതെ എഴുന്നേറ്റ് നിന്നുപോയി. പാറു അന്നേരമാണ് അവനെ കാണുന്നത്. തൊട്ടപ്പുറത്തെ മുറിയിലുള്ള ഗൈനക്കോളജിസ്റ്റിനെ കാണാമെന്നാണ് അവൾ. നിരഞ്ജനം കൊണ്ട് കൂടെ. ആഹാ, ഇതാരും ജിതിനാ, സുഖം തന്നെയല്ലേ? ഭ്രാന്തിനൊന്നൊരു കുറവില്ലെന്ന് കരുതിക്കോട്ടെ. പുച്ഛത്തോടെ ഒരു മുഖവരിയില്ലാത്ത പാറുവിന്റെ ചോദ്യം. ജിതിൻ മറുപടിയൊന്നും പറഞ്ഞില്ല. അവന്റെ ഉള്ളിൽ അന്നേരം സങ്കടം വന്നു. നിരഞ്ജനൊന്നും മിണ്ടാതെ അവനെ തന്നെ നോക്കി നിന്നു. അപ്പോഴേക്കും വർഷയമ്മയും തിരികെ ഇറങ്ങി വന്നിരുന്നു. പാറു വർഷയെ നോക്കി. അവളുടെ മുഖത്തെ പ്രസരിപ്പ്, സന്തോഷം. പാറുവിന്റെ മുഖം അത് കാണെ ചുളിഞ്ഞു പോയി. അതവൾ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ടല്ലോ എന്നോർത്തോട്ടുള്ള ദേഷ്യം കൊണ്ടായിരുന്നില്ല, മറിച്ച് അങ്ങനെയൊന്നും പാറു പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. ജിതിന്റെ കൂടെയുള്ള ജീവിതം നരകമാണെന്ന് പാറുവിന് അറിയാമല്ലോ. ഇനിയിപ്പോൾ ഇവന്റെ വട്ടെല്ലാം ശരിക്കും മാറിയോ എന്ന് പാറുവിങ്ങി ചിന്തിച്ച് തിരിഞ്ഞതും ജിതിന്റെ അമ്മയുടെ മുഖത്തേക്ക്. അത് ജിതിന്റെ അമ്മയാണ് തിരിച്ചറിയാൻ 1-2 നിമിഷം പിന്നെയെടുത്തു പാറുവിന്. ആകെ അവശയായിരുന്നവർ. മുഖത്തെ പ്രസരിപ്പെല്ലാം പറ്റി ശോഷിച്ചു പോയിരിക്കുന്നു. പാറുവിനെ കണ്ടപാടെ അവരുടെ മുഖമൊന്ന് മങ്ങി. ഇവൾ ഒറ്റ കാരണം കൊണ്ടായി ഈ മൂതയെ വീട്ടിലേക്ക് കയറി വന്ന്. പാറു ഒന്ന് ഓടിപ്പോയില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നിനെ സഹിക്കേണ്ടി വരില്ലായിരുന്നു എന്ന് ഓർത്തുപോയി ജിതിന്റെ അമ്മ. ആ ആരാ ഇത്, പാറുവനെയോ? സുഖാണോടാ? വർഷ ചിരിയോടെ ചോദിച്ചു. പാറുവും ചെറുതായി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു. വർഷ അവളുടെ അടുത്തേക്ക് വന്നു. ആഹാ, ഉള്ളിലൊരു കുഞ്ഞിനുണ്ടല്ലോ. പാറുവിന്റെ വയറിൽ തലോടിക്കൊണ്ട് വർഷ പറഞ്ഞു. ഇപ്പൊ എത്ര മാസമായി? 8. പാറു പതിയെ പറഞ്ഞു. ആഹാ, കൺഗ്രാസ് നിരഞ്ജൻ. വർഷ നിരഞ്ജനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. നിരഞ്ജനൊന്നും മിണ്ടിയില്ല, ഒന്ന് ചിരിച്ച പോലുമില്ല. അവനെന്തോ വർഷയുടെ നോട്ടം ഭാവം അങ്ങ് പിടിച്ചില്ല. അതുകൊണ്ടായിരിക്കും അവൻ വർഷ തൊട്ടപ്പോൾ പാറുവിനെ വലിച്ച് അവൻ്റെ അടുത്തേക്ക് നിർത്തിയത്. അമ്മയൊന്ന് വീണു, കാലൊടിഞ്ഞു, ജസ്റ്റ് ഡോക്ടറിനെ കാണാമെന്നാ. പാറു പതിയൊന്ന് മൂളി. എന്നാ ഞങ്ങൾ ചെല്ലട്ടെ കേട്ടോ. വർഷ പറഞ്ഞുകൊണ്ട് വീൽ ചെയറിൽ പിടിച്ചു. ജിതിന്റെ അമ്മ പാറുവിനെ പിന്നെ മുഖമുയർത്തി നോക്കിയത് കൂടെ ഇല്ല. പക്ഷേ ജിതിന്റെ നോട്ടപ്പാടെ പാറുവിലാണ്. ജിതിനെ എന്തായി നോക്കിക്കൊണ്ടിരിക്കുന്നത്? എക്സ് വൈഫിനെ കണ്ടപ്പോൾ പരിസരം മറന്ന് നിൽപ്പാണല്ലോ. ഇത് നല്ല കഥ. ചിരിയോടെ എന്തോ തമാശ പറയും മട്ടിൽ വർഷ അവനെ മെല്ലെന്ന് നുള്ളി. ജിതിൻ വേദനയോടെ കൈവലിച്ച് കളഞ്ഞു. കഴിഞ്ഞ ദിവസം ഏതോ സിനിമാ പാട്ട് 2 വട്ടം കണ്ടപ്പോൾ അതിലെ നായികയെ കാണാനാണോ താൻ പിന്നെയും കുത്തിരുന്നത് തന്നെ കാണുന്നതിനെ ചോദിച്ചുകൊണ്ട് അവൾ തന്ന സമ്മാനാണത്. ചട്ടുകം വെച്ച് പൊള്ളിച്ച് കളഞ്ഞു. കാലമാടത്തി. കരിഞ്ഞ മാംസത്തിന് മണം എനിക്ക് നല്ല ഇഷ്ടമാണ് ജിതിനെ എന്നൊരു പറച്ചിലും. എന്നാ വല്ല ചവ്വായ സ്റ്റാലിനും കയറിയെന്നങ്ങ് തിരിഞ്ഞോടി പുല്ലേ എന്ന് ജിതിനും പറഞ്ഞു അവളോട്. പിന്നെ ജിതിനൊന്നും ഓർമ്മയില്ല. ആകെ മൊത്തൊരു പുക. കൊതിരക്ക് കൊമ്പും കുരുടിക്ക് കണ്ണും കൊടുക്കാതെ ദൈവം കണ്ടറിഞ്ഞ് ഇവൾക്ക് കരാട്ടയും കളരിയൊക്കെ പഠിക്കാനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ടെന്ന് ഓർത്തുപോയി ജിതിൻ. ജിതിനും വർഷം അങ്ങ് നടന്നു പോകുമ്പോഴും പാറുവിന്റെ നോട്ടപ്പാട് അവരിൽ തന്നെയായിരുന്നു. എന്താണോ? നിരഞ്ജൻ സ്വപ്നലോകത്തിൽ എന്ന പോലെ നിൽക്കുന്നവളെന്ന് തട്ടി വിളിച്ചു. വർഷയ്ക്ക് ഇത്തിരി പൊസസീവ്നെസ് കൂടുതലാണോ നിരഞ്ജ? പാറു കണ്ണീരിക്കൊണ്ട് ചോദിച്ചു. എനിക്കും തോന്നി. ജിതിൻ അങ്ങ് വല്ലാതെ നന്നായി പോയ പോലെ. നിരഞ്ജ പതിയെ ചിരിച്ചു. പാറുവിന്റെ ചുണ്ടിലുണ്ട് ചെറിയ ചിരി. പക്ഷെ പാറു പ്രതീക്ഷയിലും അപ്പുറമാണ് വർഷ എന്ന് പാറുണ്ടോ അറിയുന്നു. നിങ്ങൾക്ക് അവളെ കണ്ടിട്ട് അങ്ങ് മതിയായില്ലായിരുന്നോ? എന്തിനാ പിന്നെ ഓടിക്ക് വന്നേ? അവളെ നോക്കി വെള്ളർക്കെങ്കിൽ നിൽക്കായിരുന്നില്ലേ? വർഷം മുരണ്ടുകൊണ്ട് ചോദിക്കുകയാണ്. ജിതിനൊരക്ഷരം മിണ്ടിയില്ല. മോളെ, അവനറിയാതെ. മിണ്ടരുത്, പൊരട്ട തള്ളേ. നിങ്ങളാ
ഇയാളെ വളർത്തി വഷളാക്കിയത്. രണ്ടിനുള്ളിൽ ഞാൻ വീട്ടിൽ പോയിട്ട് തരാം. വർഷം ഒന്നുകൂടെ മുരണ്ടു. ജിതിനും അമ്മയും നെടുവേർപ്പെട്ടു പോയി. ഇനി ഏത് മുറയാണ് അവൾ വീട്ടിൽ പോയി